ഒരു കാരണവശാലും സിനിമയെയും പൊളിറ്റിക്സും കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല. സിനിമയിലുള്ള സംഘടനകൾ സിനിമയിലുള്ളവരുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയുള്ളതാണ്. അതിനെ പൊളിറ്റിക്സുമായി കണക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് മാഗ്ഡ എന്ന സംഘടനയുടെ തകർച്ചയ്ക്ക് കാരണം. മാഗ്ഡയുടെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ആ സംഘടനയെ ചില പൊളിറ്റിക്കൽ പാർട്ടികളുമായി അഫിലിയേറ്റ് ചെയ്യാൻ ആലോചിച്ചിരുന്നു. അവിടെയാണ് ഇതിൻ്റെ ആ ഒരു നീക്കത്തിലാണ്, ആ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് അഫിലിയേറ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ആ സംഘടന പൊളിഞ്ഞുപോയത്. ഒടുവിൽ അത് സംഭവിച്ചു. അവരുദ്ദേശിച്ച പൊളിറ്റിക്കൽ അഫിലിയേഷൻ അവരുണ്ടാക്കി. ഇപ്പം സത്യം പുറത്തു വന്നു. കാരണം ഞാൻ മാഗ്ഡ പൊളിഞ്ഞ സമയത്ത് ഞാൻ നടത്തിയ ഒരു സ്പീച്ചിൽ, ലോകം മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ലൈവായിട്ട് കണ്ട സ്പീച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പൊളിറ്റിക്കലി അഫിലിയേറ്റ് ചെയ്യാനുള്ള ചില സ്ഥലങ്ങളിൽ ഇതിനെ കൊണ്ട് കിട്ടാനുള്ള പരിപാടിയാണ് എന്ന് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് കാലം തെളിയിച്ചു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്തു. ഒരിക്കലും സിനിമയ്ക്ക് തമിഴ്നാട്ടിലൊന്നും സിനിമാ സംഘടന DMKയോടോ AIDMKയോടോ അഫിലിയേറ്റ് ചെയ്യാറില്ല. ഫിലിം ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കാം. ആ പാർട്ടിക്ക് വേണ്ടി അവർ ക്യാമ്പയിനിങ് നടത്തുന്നു, അവർ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യുന്നു, ചിലർ വിൻ ചെയ്യുന്നു, ചിലർ ലൂസ് ചെയ്യുന്നു, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ അമ്മ എന്ന സംഘടന ഉണ്ടാക്കാൻ ഇറങ്ങിയ ആളാണ്. പക്ഷേ എനിക്ക് എൻ്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിലേക്ക് ഞാൻ അമ്മ സംഘടനയും അതിലുള്ള അംഗങ്ങളെയും കൊണ്ടുവന്ന് കിട്ടിയില്ലല്ലോ. വേണമെങ്കിൽ ആകാമായിരുന്നല്ലോ. ഞാൻ ഡിസൈഡ് ചെയ്യുന്ന ആളുകൾ അമ്മയുടെ പ്രസിഡന്റ് സെക്രട്ടറിയായ കാലം ഉണ്ടായിരുന്നു. ഞാൻ അത്രയും അതിനകത്ത് സ്വാധീനം എനിക്കുണ്ടായിരുന്ന കാലത്ത് ഞാൻ അതിനെ കൊണ്ടുചെന്ന് എൻ്റെ പാർട്ടിയുടെയോ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയുടെയോ തൊഴുത്തിൽ കൊണ്ടുപോയി അതിനെ കെട്ടിയില്ല.